ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന് ടാലന്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി ഇതൊരു സംഭവമുള്ള ഒരാളാണ്. ഇത്രയും സംഭവമുണ്ട്, ചങ്കൂറ്റുമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം, നർമ്മം ഉണ്ടാവില്ലേ, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടിയിട്ട്. ഈ സൈന്യം സിനിമയിൽ ആകെ 2 ഡയലോഗായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ അതിൽ ത്രൂ ഔട്ട് ഡയലോഗ് ദിലീപൻ ഉണ്ടാക്കുന്ന ഈ ലാജു സാർ എവിടെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടു. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്ക് എന്താണ്? അത് നമ്മൾ ജീവന്മാരുടെ പോരാട്ടം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ, അതിൽ നിന്നാണ് ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു അവസരത്തിലേക്ക് എത്തിയത്. അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്തച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. ഒരു ഷോട്ടിൽ അവിടുന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ മിടുക്ക് മാത്രമല്ല, പിന്നെ ദൈവാനുഗ്രഹം, ഒരു ഭാഗ്യം. പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ഏതാണ്? ഒരു റോസാപ്പുമായിട്ട് ഒരു പെൺകുട്ടിയിലെ ഞാൻ കമൽ സാറിന്റെ കൂടെ മാത്രമേ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ജോർജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ. ഇന്നും അദ്ദേഹത്തിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയാണ്. കമൽ സാറിന്റെ കൂടെ ചെയ്യുമ്പോഴും കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോ ലയൺ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ്. വേറൊരു ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു പക്ഷെ അതിന്റെ മീറ്റർ മാറി ഇച്ചിരി സീരിയസ് ആവുന്ന സിനിമയാണ്. ദിലീപേണ്ണന്റെ കറക്റ്റ് മീറ്റർ എവിടേക്കാണ് കോമഡി അവിടെ കോമഡി, സീരിയസ് ആവുന്ന സ്ഥലത്ത് സീരിയസ്, കയ്യടി സ്ഥലത്ത് കയ്യടി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണ്, ഇപ്പൊ ദിലീപേണ്ണല്ല വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ആ പടം എങ്ങനെയാവും തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മള് അതില് നർമ്മത്തിൽ കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത്. എന്നാ അത് അയാളുടെ ഹീറോയിസും ഉണ്ട്. കാരണം അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതിന് ഞാൻ ഓക്കെ ആണോ? കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഞാൻ ഓക്കെ ആണോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നും തന്നെയാണ്. ആ സിനിമ നന്നായി ഓടുകയും ചെയ്തതാണ് ആ സമയത്ത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിലെ വിജയ് സാർ വരുന്നുണ്ടെന്ന് പറയണ്ടല്ലോ, സത്യമാണോ? ഇതില് ബബപ്പയില് ഗോപാലൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആളെ കൺവിൻസ് ചെയ്യാൻ പാടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? ഇല്ലില്ല, കൺവിൻസിംഗ് ഒന്നുമില്ല. എല്ലാം ധനജയ് പറയുന്ന പോലെ തന്നെ പുള്ളി ചെയ്തു. പിന്നെ ഇടവും പാലവും ലാലേട്ടനും നമ്മളൊക്കെ നിൽക്കണോണ്ട് പുള്ളി ആ ഹരത്തിൽ അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് ഡാൻസ് ഒക്കെ ചെയ്തു. കണ്ടില്ലേ? കണ്ടു. അതാ ചോദിച്ചത്, ആളെ പുള്ളിക്കാരെ കൺവിൻസ് ചെയ്യാൻ ഇല്ലില്ല, പൈസ കൊടുക്കുമ്പോ ആരെങ്കിലും ഡാൻസ് അല്ല, പുള്ളിക്കാരനല്ല പൈസ ഇറക്കണത്. അപ്പൊ അല്ല, അതാ പറഞ്ഞത്, എങ്ങനെയും പെട്ടെന്ന് തീർക്കാതെ പറയില്ലേ. ഇതിലൂടെ 3-4 ദിവസം ഈ ബബയുടെ അഴിഞ്ഞാട്ടം സോങ്ങിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ ഒരു ഡാൻസിന് വേണ്ടി ഇത്രത്തോളം എഫർട്ട് ഇട്ട വേറൊരു സിനിമ ഉണ്ടാകും. അത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ, അത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റ്. അതേപോലെ സാൻഡി മാസ്റ്ററിന്റെ ക്രൂ തന്നെ അത്രയും ക്രൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ ദിവസങ്ങളിൽ എനിക്ക് 7 ദിവസത്തോളം അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? 4 ദിവസം ഉണ്ടായിരുന്നു അല്ലെ? 3 ദിവസത്തോളം ഷൂട്ടില് 3 ദിവസം അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നേരിട്ട് കാണാൻ പറ്റി. അപ്പൊ അത്രത്തോളം ഒരു എഫേർട്ട് മറ്റേതെങ്കിലും ഒരു ഡാൻസ് സീനിന് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ദിവസങ്ങളിലെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, സാൻഡി മാസ്റ്റർ വന്ന് പഠിപ്പിക്കുന്നു, ഇപ്പുറത്ത് ലാലേട്ടൻ പഠിക്കുന്നു. നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 പേരും അത്ര യൂണിഫോമിൽ ചെയ്യണം. ഇവരാണ് ഭയങ്കര ഷാർപ്പായിട്ട് പഠിപ്പിക്കുന്നു. ലാലേട്ടൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഗ്രേസ് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ അത് രണ്ടും നോക്കിക്കണ്ട് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അതിനു മുമ്പ് എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമുള്ള ഒരാളാണ്. പിന്നെ ഈ മീശമാധവനിലും CD മൂസയിലും അവിടെ തുടങ്ങി കുറെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബി ഹൗസിൽ ബല്ല ബല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെ. അപ്പോൾ ഓരോ സമയത്ത് ഇത് കഴിച്ചിലായി കഴിയുമ്പോൾ എന്ന് പറയുന്നൊരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാളാണ്.